ഈജിപ്ത് ഇസ്രയേൽ യുദ്ധം ഉടനുണ്ടാകുമോ? ഗാസയിൽ എന്ത് നടന്നാലും മധ്യസ്ഥ റോളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന ഈജിപ്തും ഇപ്പോൾ ഇസ്രയേലിനെതിരെ രംഗത്തിറങ്ങാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഇപ്പോൾ ഈജിപ്തിൻ്റെ കൂടി ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. 2014 അധികാരത്തിലേറിയ സിസി ഭരണകൂടത്തിൽ നിന്നും ആദ്യമായാണ് ഇസ്രയേൽ ഈജിപ്തിൻ്റെ ശത്രുവാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഏത് നിമിഷവും ഒരു യുദ്ധം ഈ രണ്ടു രാജ്യങ്ങൾക്കിടയിൽ സംഭവിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ലോകം. അമേരിക്കയുടെ താൽപ്പര്യ രാജ്യങ്ങളായിരുന്ന ഈ രണ്ടു രാജ്യങ്ങൾക്കുമിടയിൽ എന്താണ് ഇപ്പോൾ പൊടുന്നനെ തന്നെ സംഭവിച്ചത്? നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, ഗാസയിലെ ഇസ്രയേൽ ആക്രമണം എല്ലാ സീമകളും ലംഘിച്ചു എന്നതാണ്. രണ്ട്, ഈജിപ്തും ഖത്തറും അമേരിക്കയും ചേർന്ന് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇസ്രയേൽ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവ ബോധപൂർവം നിരന്തരമായി തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. മൂന്ന്, ഗാസക്കാരെ ഈജിപ്തിൻ്റെ ഭൂമിയായ സിനായ് മരുഭൂമിയിലേക്ക് നാടുകടത്താൻ ഇസ്രയേൽ പദ്ധതി തയ്യാറാക്കുന്നു എന്നതാണ്. നാലാമത്തെ കാര്യം, ഈജിപ്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഗാസ വിഷയം പതിവിലും രൂക്ഷമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയും ജനകീയ സമ്മർദ്ദം ഭരണകൂടത്തിനു മേൽ ശക്തമായി ഉയർന്നു വരികയും പ്രതിഷേധങ്ങൾ അണപൊട്ടി ഒഴുകുകയും ചെയ്യുന്നു എന്നതാണ്. ഈജിപ്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ കൂടി ഈ വിഷയം ബാധിക്കുമെന്നും ഈജിപ്ത് ഇപ്പോൾ തിരിച്ചറിഞ്ഞു. 5, അറബ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദമാണ്. ഇസ്രയേലിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, അവർ നമ്മളിലേക്ക് പടർന്നു കയറും, അറബ് രാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ഇസ്രയേൽ ഒരു ഭീഷണിയാണ് എന്ന തിരിച്ചറിവിൽ മേഖലയിലെ ഏറ്റവും ശക്തമായ ആയുധബലവും സൈനിക ബലവുമുള്ള രാജ്യമെന്ന നിലയിൽ, യുദ്ധ പാരമ്പര്യമുള്ള രാജ്യമെന്ന നിലയിൽ ഈജിപ്തിനെ അറബ് രാഷ്ട്രങ്ങൾ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നു എന്നതുമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം പൊടുന്നനെ തന്നെ അവർ ഇസ്രയേലിനെതിരായ ഒരു നീക്കത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഈ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഈജിപ്ത് തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ സൈനികവൽക്കരണം നടത്തുകയും ആയുധങ്ങളും ആംഡ് വാഹനങ്ങളും ഒക്കെ തയ്യാറാക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നത്. 1979 ഈജിപ്ത് ഇസ്രയേൽ സമാധാന ചർച്ചകൾ പ്രകാരം സിനായ് പെൻസുല എന്ന മേഖലയിലെ വലിയൊരു പ്രദേശത്ത് നിശ്ചിത സൈനികരെയും ആയുധങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പരിമിതപ്പെടുത്തി മാത്രമേ വിന്യസിക്കാവൂ എന്നൊരു കരാർ ഉണ്ടാക്കിയിരുന്നു. ഇതുപ്രകാരം 22,000 സൈനികരെ മാത്രമാണ് ഈ മേഖലയിൽ വിന്യസിക്കാൻ പാടുള്ളൂ എന്നതായിരുന്നു ആ കരാറിലെ വ്യവസ്ഥ. അഥവാ നോർത്ത് സിനായിൽ 4 ബറ്റാലിയനുകൾ മാത്രമേ പാടുണ്ടായിരുന്നുള്ളൂ എന്ന്. പുതിയ സാഹചര്യത്തിൽ ഈജിപ്ത് ഇവിടേക്ക് പഴയ കരാർ ലംഘിച്ചുകൊണ്ട് 40,000 സൈനികരെ വിന്യസിച്ചു എന്നതാണ് ഇസ്രയേലിൻ്റെ പുതിയ പരാതി. മാത്രമല്ല, കൂടുതൽ ആംഡ് വാഹനങ്ങൾ അതിർത്തിയിൽ ഈജിപ്ത് തയ്യാറാക്കി നിർത്തുകയും ചെയ്തു. കൂടുതൽ അണ്ടർഗ്രൗണ്ട് സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തി എന്നതാണ് മറ്റൊരു കാര്യം. ഇസ്രയേൽ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത് പ്രകാരം ഇവിടെ കൂടുതൽ മിസൈലുകൾ, അഥവാ ഈ അണ്ടർഗ്രൗണ്ടുകളിൽ കൂടുതൽ മിസൈലുകൾ സൂക്ഷിക്കാൻ കഴിയുമെന്നും അവ ഇസ്രയേലിനെതിരെ വളരെ എളുപ്പം തൊടുത്തുവിടാനും ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുവാനും സഹായിക്കുന്നതുമാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇതുകൂടാതെ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് പറക്കാൻ ഈജിപ്ത് അവരുടെ റൺവേകൾ നീട്ടി എന്നും മറ്റു പലയിടത്തും ചെറിയ തരത്തിലുള്ള വ്യോമ സംവിധാനങ്ങൾ അഥവാ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാൻ പാകപ്പെടുന്ന തരത്തിലേക്ക് മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിമാനത്താവളങ്ങളൊക്കെ ഈജിപ്ത് പണിതുകൊണ്ടിരിക്കുന്നു എന്നതുമൊക്കെയാണ് ഇസ്രയേൽ പറയുന്നത്. മുൻപ് 6 ദിന യുദ്ധം നടന്നപ്പോൾ ഈജിപ്തിൻ്റെ റൺവേകൾ ആക്രമിച്ച് വിമാനങ്ങൾ പറന്നുയരുന്നത് തടഞ്ഞായിരുന്നു ഇസ്രയേലിൻ്റെ നീക്കമുണ്ടായിരുന്നത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഈജിപ്തിൻ്റെ ഈ നീക്കം വളരെ ബുദ്ധിപൂർവവും മറ്റേത് രാജ്യത്തിനേക്കാളും ഇസ്രയേലിനെ പൊടുന്നനെ തന്നെ കനത്ത പ്രഹരമേൽപ്പിക്കാൻ കഴിയുന്നതുമാണ് എന്നാണ് പൊതുവെ വിശകലനം ചെയ്യപ്പെടുന്നത്. ഇനി ഈജിപ്തിൻ്റെ ഈ നീക്കം ഇസ്രയേലിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. വലിയ സുരക്ഷാ ഭീഷണിയായാണ് ഇസ്രയേൽ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒഫൻസീവ് ത്രെറ്റ്, ആക്രമണാത്മക ഭീഷണിയായി ഇസ്രയേൽ ഇതിനെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ഈ വിഷയം അമേരിക്കയോട് പരാതിപ്പെട്ടിട്ടുള്ളതും. ഈജിപ്ത് ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്ന് നേരത്തെ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈജിപ്ത് അത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. എന്നാൽ ഈജിപ്തിനോട് പിന്മാറാൻ അമേരിക്ക മൂലം ആവശ്യപ്പെടുകയാണ് ഇനി ഇസ്രയേൽ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു സമ്മർദ്ദ തന്ത്രവും ഇസ്രയേൽ പ്രയോഗിക്കുകയാണ്. അമേരിക്ക വർഷാവർഷവും ഈജിപ്തിന് $1.3 ബില്യൺ സഹായം നൽകാറുണ്ട്. ഈ സഹായധനം അമേരിക്ക വെട്ടിക്കുറക്കണം എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ അമേരിക്കക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ആവശ്യം. മറ്റൊന്ന്,
അറബ് രാഷ്ട്രങ്ങൾ ഈജിപ്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതും ഇവിഷയത്തിൽ ഈജിപ്തിന് പിന്തുണ നൽകിയതും ഇസ്രയേലിനെ മേഖലയിൽ കൂടുതൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അബ്രഹാം കരാർ പോലും ലംഘിക്കപ്പെടുമോ എന്ന തരത്തിലേക്ക് ഇസ്രയേൽ ഈ വിഷയത്തെ കാണുന്നുണ്ട്. മാത്രവുമല്ല, നാറ്റോ മാതൃകയിൽ അറബ് രാഷ്ട്രങ്ങൾക്കും സ്വന്തമായ ഒരു സൈന്യം വേണമെന്ന് ആവശ്യപ്പെട്ടതും നിർദ്ദേശം മുന്നോട്ട് വെച്ചതുമൊക്കെ ഈജിപ്താണ്. ഇസ്രയേൽ ആശങ്കയോടെ ഈജിപ്തിൻ്റെ ഈ നിർദ്ദേശത്തെ നോക്കിക്കാണുകയും അറബ് രാഷ്ട്രങ്ങൾക്ക് ആ വിഷയത്തിലുള്ള താല്പര്യത്തെ എങ്ങനെയായിരിക്കും അവർ പ്രകടിപ്പിക്കുക എന്നൊക്കെ ഇസ്രയേൽ ആശങ്കപ്പെടുകയാണ്. 1948 യുദ്ധം, 1967 6 ഡേയ്സ് വാർ, 1973 യോം കിപ്പൂർ വാർ എന്നിവയിൽ മുന്നിലുണ്ടായിരുന്നത് ഈജിപ്താണ്. അഥവാ ഈജിപ്തിന് ഒരു യുദ്ധ പാരമ്പര്യമുണ്ട്, യുദ്ധം ചെയ്തുള്ള പരിചയമുണ്ട്. മറ്റു അറബ് രാഷ്ട്രങ്ങളെക്കാൾ ആ ഒരു യുദ്ധ പാരമ്പര്യം ഈജിപ്തിനുണ്ട് എന്നതും ഇസ്രയേലിനെ ഭയപ്പെടുത്തുകയാണ്. മുൻപത്തേതിനേക്കാൾ സൈനിക ആയുധ ബലവും ഇപ്പോൾ ഈജിപ്തിനുണ്ട്. അറബ് ലോകത്തെ ഏറ്റവും വലിയ സൈന്യം എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന നിലയിലും ഈജിപ്ത് മുന്നിൽ നിൽക്കുകയാണ്. ഇതുകൂടാതെ ഗാസയോട് അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന നിലയിലും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മാർഗമായ സൂയസ് കനാലിന്റെ ആധിപത്യവും ഈജിപ്തിനെ ലോകരാഷ്ട്രീയത്തിലും ലോകരാജ്യങ്ങൾക്കിടയിലും ഈ പുതിയ കാലഘട്ടത്തിൽ നിർണായക ശക്തിയാക്കുന്നു എന്നത് എടുത്തു പറയണം. ഈ ഒരു വാദം ഇവിടെ മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണം ഇസ്രയേലിനെ എന്ത് തെറ്റ് ചെയ്താലും അമേരിക്ക പിന്തുണക്കുന്നത് പോലെ പിന്തുണക്കും എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവർ ആ നിലയിലേക്ക് ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈജിപ്തിന് കൂടുതൽ സ്വീകാര്യത കൈവരാൻ കാരണമാകും ഈ അന്താരാഷ്ട്ര കപ്പൽ ചാൽ എന്നത്, ഈ സൂയസ് കനാൽ എന്നത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ്. ഈജിപ്തിന്റെ മേൽ $1.3 ബില്യൺ വെട്ടിക്കുറക്കണമെന്ന സമ്മർദ്ദമുണ്ടാക്കുമ്പോൾ ഈ കപ്പൽ ചാൽ വെച്ചുകൊണ്ട് മാത്രം ഈജിപ്തിന് മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ ഇസ്രയേലിനെതിരെ സമ്മർദ്ദം ചെലുത്താനും സാധിക്കുന്ന ഒരു ആയുധമായി ഈജിപ്തിന് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു കാര്യം. സൈനികാൾബലത്തിലും ആയുധബലത്തിലും ഈജിപ്തും ഇസ്രയേലും ഏറെക്കുറെ ഇടങ്ങളിൽ സാമ്യതയുണ്ട്. എന്നാൽ സാങ്കേതിക ബലത്തിൽ ഈജിപ്തിനെ അപേക്ഷിച്ച് ഇസ്രയേൽ തന്നെയാണ് മുന്നിൽ. ലോക സൈനിക ശക്തിയിൽ ഈജിപ്ത് 19ാം സ്ഥാനത്താണ്, ഇസ്രയേൽ 15ാം സ്ഥാനത്തും. സൈന്യത്തിലെ ആക്റ്റീവ് പേഴ്സണലുകളിൽ ഈജിപ്ത് മുന്നിൽ നിൽക്കുകയാണ്. 4,40,000 സൈനികർ ഈജിപ്തിനുള്ളപ്പോൾ 1,70,000 സൈനികരാണ് ഇസ്രയേലിനുള്ളത്. ഇസ്രയേലിനേക്കാൾ 2.5 ലക്ഷം സൈനികരുമായി ഈജിപ്ത് മുൻപിലാണ്. റിസർവ് പേഴ്സണൽ ബറ്റാലിയനുകൾ ഏറെക്കുറെ ഒന്നുപോലെയാണ്. ഈജിപ്തിന് 4,79,000 ഇസ്രയേലിന് 4,65,000 റിസർവ് ബറ്റാലിയനുകളുമുണ്ട്. എയർ പവറിൽ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും സമമാണെങ്കിലും സാങ്കേതിക മികവുള്ള യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ ഇസ്രയേൽ തന്നെയാണ് മുൻപിൽ. ഈജിപ്തിൻ്റെ ഫൈറ്ററുകളുടെ എണ്ണം 238 ആണെങ്കിൽ ഇസ്രയേലിൻ്റേത് 241. ലാൻഡ് ഫോഴ്സ് ടാങ്കുകൾ അഥവാ ഈജിപ്തിന് 3,620 ഇസ്രയേലിന് 1,370. നേവൽ ഫോഴ്സ് അഥവാ സബ്മറൈനുകൾ ഈജിപ്തിന് 8 ഇസ്രയേലിന് 5. സാങ്കേതിക ശക്തി ഈജിപ്തിൻ്റേത് മീഡിയം ആണെങ്കിൽ ഇസ്രയേലിൻ്റേത് ഹൈ ആൻഡ് അഡ്വാൻസ്ഡ് ആണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റഷ്യൻ US മിക്സഡ് സാങ്കേതിക സംവിധാനമാണ് ഈജിപ്തിനുള്ളതെങ്കിൽ US-ന്റെ ഹൈ അഡ്വാൻസ്ഡ് ഡ്രോൺ മിസൈൽ ടെക് സംവിധാനങ്ങളും ഒപ്പം തന്നെ ഇസ്രയേൽ തന്നെ വികസിപ്പിച്ചെടുത്ത പുതിയ സംവിധാനങ്ങളുമൊക്കെയാണ് ഇസ്രയേലിനുള്ളത്. അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുൻതൂക്കം നൽകുന്ന ഒന്നാണ്. ഇനി ഡിഫൻസ് ബജറ്റ് നോക്കുകയാണെങ്കിൽ ഈജിപ്തിൻ്റെത് 2.2% മാത്രമാണെങ്കിൽ ഇസ്രയേലിൻ്റെത് 7.4% ഉണ്ട് എന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ഒരു കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ആ കണക്കുകളിൽ ഇസ്രയേലിന് മുൻതൂക്കം നൽകുന്ന ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ്. കണക്കുകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈജിപ്ത് നിലവിൽ ഇസ്രയേലിനെതിരെ നീങ്ങിയാൽ പുതിയ ലോക സാഹചര്യവും രാഷ്ട്രീയ സമവാക്യങ്ങളുമൊക്കെ ഒരുപക്ഷെ ഈജിപ്തിന് അനുകൂലമാകുവാനുള്ള ഒട്ടനവധി കാരണങ്ങൾ ഉണ്ട് എന്നത് മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇസ്രയേലിനെ അടിച്ചൊതുക്കാൻ കാത്തിരിക്കുന്ന മറ്റ് 2 സൈനിക ശക്തിയുള്ള അല്ലെങ്കിൽ ആക്രമണാത്മക പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. അതിലൊന്ന് തുർക്കിയാണ്. ആ തുർക്കി ഇപ്പോൾ ഇസ്രയേലുമായി കൊമ്പ് കോർത്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ അടുത്ത ഇസ്രയേൽ ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രം തുർക്കിയാണെന്ന്
ഇസ്രയേലിനെ ഉദ്ധരിച്ചുകൊണ്ട് പലതരത്തിലുള്ള റിപ്പോർട്ടുകളും വരികയാണ്. അങ്ങനെ വന്നാൽ ആ രാഷ്ട്രത്തിൻ്റെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങൾ തീരുമെന്ന് തുർക്കിയുടെ ആഭ്യന്തരമന്ത്രിയും തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത സമയത്ത് ഇസ്രയേൽ തുർക്കി യുദ്ധം ഉണ്ടാകും എന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിൽ രണ്ടാമത്തെ രാജ്യം ഇറാനാണ്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ച് നിലം പരിശായ കഥ ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അറബ് മുസ്ലിം രാജ്യങ്ങളുടെ അണിയറ ചർച്ചകൾ ഈ രണ്ട് രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് പോലെ, അഥവാ ഇസ്രയേലിനെ ഒന്ന് അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇസ്രയേലിനെ തളർത്തിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇസ്രയേൽ ലോക ജനതയ്ക്ക് വെല്ലുവിളിയാകും എന്ന തരത്തിലേക്ക് നീങ്ങുകയും ഈജിപ്ത് ഇസ്രയേലിനെ ആക്രമിക്കുകയും ചെയ്താൽ ഈജിപ്തിൻ്റെ സഹായത്തിന് തുർക്കി വന്നാൽ ഈജിപ്തിൻ്റെയും സഹായത്തിന് ഇറാൻ രംഗത്തിറങ്ങിയാൽ അതോടൊപ്പം തന്നെ ലെബനാനിൽ നിന്നുള്ള ഇറാൻ്റെ മിലീഷ്യകൾ, യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ആക്രമണങ്ങൾ, ഗാസയിൽ നിന്നുള്ള ഹമാസിൻ്റെ ഗ്രൗണ്ട് തിരിച്ചടികൾ ഒക്കെ ശക്തമായിട്ട് വന്നാൽ അതോടൊപ്പം തന്നെ യോജിക്കാൻ കഴിയുന്ന അറബ് രാഷ്ട്രങ്ങൾ ഈ മുന്നണിയിലേക്ക് യോജിച്ച് വന്നാൽ, ഈ രാഷ്ട്രങ്ങളിലേക്ക് യോജിച്ച് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈജിപ്തിന് കാര്യങ്ങൾ എളുപ്പമാകും. ഈ ഒരു സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് വരും എന്നാണ്. എന്ന് വെച്ചാൽ കണക്കുകളായിരിക്കില്ല വിധി എഴുതുക, സാഹചര്യവും ബുദ്ധിപരമായ നീക്കങ്ങളുമായിരിക്കും. മറ്റേത് രാജ്യങ്ങളെക്കാളും പൊടുന്നനെ ഇസ്രയേലിനെ പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഈജിപ്ത് തന്നെയാണ് അതിനേറ്റവും ആപ്റ്റായിട്ട് നിൽക്കുന്നത്. Way2Nikah.com, the exclusive Muslim matrimonial site.